എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ മാധ്യമം എന്ന അവസാനത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന പാഠഭാഗമാണ്. നാലാമത്തെ യൂണിറ്റിലെ 4 പാഠഭാഗങ്ങളും മാധ്യമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മാധ്യമങ്ങളുടെ ആധിപത്യമുള്ളൊരു ലോകത്താണ് ഇന്ന് നമ്മളെല്ലാവരും ജീവിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഈ മനുഷ്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ ചെലുത്തുന്ന സ്വാധീനം അതും വളരെ വലുതാണ്. ഇന്നത്തെ ഈ ലോകത്ത്, ഈ സമൂഹത്തിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എത്തിപ്പെടുന്ന ഒന്നാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വാർത്താരചനയുടെ വിവിധ ഘട്ടങ്ങളും രൂപങ്ങളും പരിശീലിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു യൂണിറ്റിൽ 4 ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് കായിക ഫീച്ചറാണ്. ഈ കായിക ഫീച്ചറാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ. പിന്നീടുള്ളത് പരമ്പരാഗത മാധ്യമങ്ങളുടെ സ്വാധീനം, പിന്നെ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ സാധ്യത, പിന്നെ അതിൻ്റെ ശക്തി, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ളൊരു ആവിഷ്കരണമാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നവമാധ്യമ രംഗത്ത് മലയാള ഭാഷയുടെ സാധ്യത മനസ്സിലാക്കാനും ഈ യൂണിറ്റ് നമ്മളെ സഹായിക്കും. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഭയങ്കര സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് നമ്മളുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീഡിയ, മാധ്യമം ആണ്, അല്ലേ? അപ്പം അതിനെ കുറിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കര സ്ട്രെസ് എടുത്ത് ഓർത്തെടുക്കേണ്ടതൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ. ഇത് എഴുതിയിരിക്കുന്നത് കെ വിശ്വനാഥാണ്. 1971 കോഴിക്കോടിലെ ചേമഞ്ചേരിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം മാതൃഭൂമിയുടെ ചീഫ് സബ് എഡിറ്ററാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിരവധി അന്തർദേശീയ കായിക മത്സരങ്ങൾ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തൊരു ഫീച്ചറാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന് പറയുന്ന പാഠഭാഗം. സച്ചിൻ തെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, മഹേന്ദ്ര സിംഗ്, സാനിയ മിർസ ഇതുപോലെയുള്ള സ്പോർട്സ് താരങ്ങളുടെ ജീവചരിത്രങ്ങൾ ഉൾപ്പെടെ 10ഓളം സ്പോർട്സ് പുസ്തകങ്ങൾ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന് പറയുന്ന പാഠഭാഗം 2013 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച മാതൃഭൂമി സ്പോർട്സ് മാസികയിൽ കെ വിശ്വനാഥ് ക്രിക്കറ്റ് കളിക്കാരനായ സച്ചിനെ കുറിച്ച് എഴുതിയ ഒരു സ്പോർട്സ് ഫീച്ചറാണ്. എന്താണ് ഈ ഫീച്ചർ എന്ന് പറയുന്നത്? ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പത്രപ്രവർത്തന കുറിപ്പിനെയാണ് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം സ്പോർട്സ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കായിക താരങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ്, അങ്ങനെ സ്പോർട്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ആഴത്തിൽ ചർച്ച ചെയ്തിട്ട് തയ്യാറാക്കുന്ന ഒരു പത്രപ്രവർത്തന കുറിപ്പാണ് സ്പോർട്സ് ഫീച്ചർ എന്ന് പറയുന്നത്. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന് പറയുമ്പം വാങ്കഡ എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് മൈതാനമാണ്. ഈ ഫീച്ചറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ്റെ വിരമിക്കൽ മാച്ചിൻ്റെ വിവരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണികളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് പ്രസിദ്ധീകരിച്ച കെ വിശ്വനാഥും ഒരു ക്രിക്കറ്റ് പ്രേമിയായിരുന്നു. സച്ചിൻ തെണ്ടുൽക്കറിൻ്റെയും ക്രിക്കറ്റിൻ്റെയും പ്രേമികളായിട്ടുള്ള ഒരുപാട് കാണികൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിക്കറ്റ് കാണുന്ന സമയത്ത് കാണികളെല്ലാവരും ആവേശത്തിലിരിക്കുകയാണ്. എവിടെയാണ് അവർ നിൽക്കുന്നത്? വാങ്കഡയുടെ വേദിയിലാണ് അവർ ആകാംക്ഷയോടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗത്തിന് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്നും കൂടി തലക്കെട്ട് വരാനുള്ളൊരു കാരണം. അതുപോലെ തന്നെ ഈ ഫീച്ചർ എന്ന് പറയുന്നത് സാധാരണ ഫീച്ചറുകളിൽ നിന്നും വ്യത്യസ്തമായി ക്രിക്കറ്റ് പ്രേമിയായ കെ വിശ്വനാഥിൻ്റെ ആത്മവികാരം ഉൾപ്പെടുത്തി അവതരിപ്പിച്ച ഒരു ഫീച്ചർ കൂടിയാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. 2013 നവംബർ 16 സംഭവമാണ് ഇവിടുത്തെ ആദ്യ ഭാഗമായിട്ട് വിശദീകരിക്കുന്നത്. സൂര്യൻ മറൈൻ ഡ്രൈവിനപ്പുറം കടലിലേക്ക് താഴ്ന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി ആവാറായിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് വൈകുന്നേരം ഒരു 5-6 അടുത്തിരിക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വാങ്കഡ എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൻ്റെ പടവുകളിലൊക്കെ അപ്പോൾ ആളൊഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവിടെ പച്ചപ്പുല്ല് വിരിച്ച മൈതാനത്തിലേക്ക് കെ വിശ്വനാഥ് പതുക്കെ ഇറങ്ങി ചെല്ലുകയാണ്. 22ാം വാരയിൽ നിന്നുകൊണ്ട് അവിടെ നിന്നൊരു പിടി മണ്ണ് വാരിയെടുത്തു. അപ്പം ഈ മണ്ണ് വാരിയെടുത്തപ്പം
കൈവെള്ളയിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു എന്നാണ് കെ വിശ്വനാഥ് പറയുന്നത്. അപ്പോൾ ആ മണ്ണ് കെ വിശ്വനാഥ് അവിടെ തന്നെ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് കെ വിശ്വനാഥ് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇതെനിക്ക് വെറുതെ തോന്നിയതായിരിക്കുമോ, അതുപോലെ തന്നെ മണ്ണ് കൊണ്ടാൽ എങ്ങനെയായിരിക്കും കൈ പൊള്ളുക, ആ മണ്ണിനി അങ്ങനെ ആയിരിക്കുമോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹം നമ്മളോടാണ്, വായനക്കാരോടാണ് പറയുന്നത്, അല്പം മുമ്പാണ് എൻ്റെ കൗമാര യൗവനങ്ങളെ ത്രസിപ്പിച്ച വലിയൊരു മനുഷ്യൻ്റെ കണ്ണുനീർ ആ മണ്ണിൽ വീണത്. അതെന്തുകൊണ്ടായിരിക്കാം? അത് നമുക്കറിയാമല്ലേ, സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ വിരമിക്കൽ മാച്ചാണ്. അതായത് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ സ്റ്റേഡിയത്തിലുള്ള അവസാനത്തെ ക്രിക്കറ്റ് കളിയാണ്, ഒഫീഷ്യലായിട്ടുള്ള ക്രിക്കറ്റ് മത്സരമാണ് ഇപ്പോൾ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കണ്ണുനീര് വരാനുള്ള കാരണം. ആ മണ്ണു തൊട്ടാണ് അദ്ദേഹം നെറ്റിയിൽ വെച്ചത്, എൻ്റെ കണ്ണുകളും നിറഞ്ഞുപോയി. പ്രിയ വായനക്കാരാ, ക്ഷമിക്കുക, വികാരം എന്നെയും കീഴടക്കിയിരിക്കുന്നു. അല്പം മുമ്പ് ഈ ഗ്രൗണ്ടിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ എല്ലാവരും കരയുകയായിരുന്നു. ഇതിൽ നിന്നൊക്കെ കെ വിശ്വനാഥ് എത്രത്തോളം ഒരു ക്രിക്കറ്റ് പ്രേമിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. സച്ചിൻ്റെ വിരമിക്കൽ മാച്ച് ആയതുകൊണ്ട് തന്നെ അവരുടെ അമ്മയും സഹോദരന്മാരും അമ്മായിയും എല്ലാവരും തന്നെ അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. അവരും കരയുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ലേഖകൻ പറയുന്നത്, അവരൊക്കെ കരയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്. പക്ഷേ സച്ചിനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഞങ്ങൾ, ഈ കാഴ്ചക്കാർ കണ്ണ് നിറച്ചത് എന്തിനാണ്? ബ്രയാൻ ലാറയുടെയും കിരൺ മോറയുടെയും കണ്ണുകൾ നനഞ്ഞത് എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് വായനക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇവരൊക്കെ അത്രയും ആരാധിക്കുകയാണ് ആരെ? ഈ ക്രിക്കറ്റിനെയും സച്ചിൻ തെണ്ടുൽക്കർ എന്ന ക്രിക്കറ്റ് കളിക്കാരനെയും. ബ്രയാൻ ലാറയും കിരൺ മോറയും എന്നൊക്കെ പറയുന്നത് അവരും ക്രിക്കറ്റ് താരങ്ങൾ തന്നെയാണ്. അതിനുശേഷം ബ്രയാൻ ലാറ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, സച്ചിൻ തെണ്ടുൽക്കറുടെ അവസാന മത്സരം കാണാൻ വേണ്ടി മാത്രമാണ് നാട്ടിൽ നിന്നും ഇത്രയും ദൂരം താണ്ടി ഞാനിവിടെ വന്നത്. സച്ചിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചിന് ഞാൻ വരാതിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ലേഖകൻ പറയുകയാണ്, സച്ചിനാണോ ലാറയാണോ കേമൻ എന്ന് ആരാധകർ എത്രയോ വട്ടം ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ അത്തരം ചിന്തകളൊന്നും അവർക്കിടയിലില്ല. പരസ്പരം ബഹുമാനിക്കുന്ന രണ്ട് വലിയ ക്രിക്കറ്റർമാർ എന്നാണ് ലേഖകൻ പറയുന്നത്. അതുപോലെ തന്നെ തെണ്ടുൽക്കറിൻ്റെ വിടവാങ്ങൽ പ്രസംഗം കേട്ട് കണ്ണു നിറഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായ അർജുൻ തെണ്ടുൽക്കർ. ഇത് കണ്ട ലാറ അർജുനെ വളരെ വാത്സല്യത്തോടു കൂടിയാണ് പുണർന്നത്. അപ്പോൾ ഇതൊക്കെ അവർ തമ്മിൽ പരസ്പരം ബഹുമാനിക്കുന്നു. ആര് തമ്മിൽ? ലാറയും സച്ചിനും തമ്മിൽ പരസ്പരം ബഹുമാനിക്കുന്നു. അവർ തമ്മിൽ ഞാനാണ് കേമൻ, നീയാണ് കേമൻ എന്നൊന്നും ഇല്ല, അങ്ങനെയുള്ള വേർതിരിവുകളൊന്നും ഇല്ല എന്നാണ് ഇതൊക്കെ അതിനെ സൂചിപ്പിക്കുന്നത് എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പം അന്ന് രാവിലെ 11:47 വെസ്റ്റ് ഇൻഡീസിൻ്റെ അവസാന ബാറ്റ്സ്മാൻ ഷാനൻ ഗബ്രിയേലിൻ്റെ മിഡിൽ സ്റ്റംപ് പേസ് ബൗളർ മുഹമ്മദ് ഷാമിയുടെ പന്തിൽ കടപുഴകി. അതായത് മത്സരം അരങ്ങേറി എന്നാണ് പറയുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ആ ഒരു മത്സര സമയത്തുണ്ടായിട്ടുള്ള രംഗങ്ങളാണ്. സച്ചിൻ തെണ്ടുൽക്കർ 24 വർഷവും ഒരു ദിവസവും മുമ്പ് ആരംഭിച്ച സ്വപ്നതുല്യമായ പ്രയാണം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ വരുന്ന സമയത്ത് ചുറ്റും ഓടിക്കൂടിയ കൂട്ടുകാരും എല്ലാവരും രണ്ട് ഭാഗത്തായിട്ട് നിരന്ന് നിന്നിട്ട് ക്രിക്കറ്റിൻ്റെ ദൈവത്തിന് പാതയൊരുക്കി. ക്രിക്കറ്റിൻ്റെ ദൈവം എന്നിവിടെ വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം സച്ചിൻ തെണ്ടുൽക്കറെയാണ് അല്ലേ. അവരുടെ പ്രിയപ്പെട്ട സച്ചിൻ ബാജി ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവരും മുന്നോട്ട് നീങ്ങി. സച്ചിൻ ബാജി എന്നവർ സച്ചിനെ സ്നേഹത്തോടു കൂടി വിളിച്ചിട്ടുള്ള ഒരു പേരായിരുന്നു. ചലിക്കുന്ന ഒരു ഗാർഡ് ഓഫ് ഓണർ എന്നാണ് ഹർഷ ഭോഗ്ലെ സച്ചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു മൈതാനം എന്ന് പറയുന്നത് ഒരുപാട് സ്മരണകൾ, ഓർമ്മകൾ തുടിക്കുന്നതാണ് അല്ലേ. അപ്പം ആ മൈതാനത്തിൽ നിന്നും ഊരിയെടുത്ത ഒരു നനവു മാറാത്ത സ്റ്റമ്പ് ഉയർത്തിപ്പിടിച്ചിട്ട് ലോകമെമ്പാടുമുള്ള ആരാധകരോട് സച്ചിൻ യാത്ര പറഞ്ഞു. ഇത്രയും വികാരനിർഭരമായ, അതായത് വികാരം നിറഞ്ഞ, സങ്കടം നിറഞ്ഞ യാത്രയയപ്പ് ഇന്ത്യയിലെ ഒരു കായിക താരത്തിനും ഇന്നേ വരെ ലഭിച്ചിട്ടുണ്ടാവില്ല എന്നാണ് കെ വിശ്വനാഥ് പറയുന്നത്. അതുപോലെ തന്നെ മൈതാനത്ത് യാത്രയയപ്പ് ചടങ്ങ് നടക്കുന്നതും ആദ്യമായിട്ടാണ്. അതിനുശേഷം ഒന്നിനു പിറകെ ഒന്നായിട്ട് സച്ചിൻ തെണ്ടുൽക്കറിന് ഒരുപാട് ഉപഹാരങ്ങളൊക്കെ സമർപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ശ്രീലങ്കൻ സർക്കാർ കൊടുത്തുവിട്ട ഒരു ട്രോഫിയും സച്ചിൻ തെണ്ടുൽക്കറിന് ഉണ്ടായിരുന്നു. രാജതന്ത്രങ്ങൾക്കും വംശീയ തർക്കങ്ങൾക്കുമൊക്കെ അപ്പുറത്തേക്ക് നീളുന്ന ഒരു സ്നേഹ ആദരങ്ങളുടെ പുരസ്കാരമായിരുന്നു അത് എന്നാണ് കെ വിശ്വനാഥ് ശ്രീലങ്കൻ സർക്കാർ കൊടുത്തുവിട്ട ട്രോഫിയെക്കുറിച്ച് പറയുന്നത്.
അതുപോലെ തന്നെ വെറുമൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന സച്ചിനെ ഇന്ത്യൻ താരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച, അതായത് അവനെ അന്ന് വഴി നടത്തിയ സുനിൽ ഗാവസ്കറും ദുലീപ് വെങ്സർക്കാറും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സച്ചിൻ്റെ ടീമിലുണ്ടായിരുന്ന അവരുടെ കൂട്ടുകാരായിരുന്ന രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി, VVS ലക്ഷ്മൺ ഇവരൊക്കെ ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. നന്ദി പറയേണ്ടവരോടെല്ലാം അത് പറഞ്ഞേ തീരൂ എന്ന് സച്ചിന് നിർബന്ധമുണ്ടായിരുന്നു. പേരുകൾ വിട്ടുപോവാതിരിക്കാൻ എഴുതി തയ്യാറാക്കിയ ലിസ്റ്റുമായാണ് അദ്ദേഹം വന്നത്. കുടുംബാംഗങ്ങൾ, ആദ്യ പരിശീലകൻ, അച്ചരേക്കർ, പിന്നെ കൂട്ടുകാർ, മാനേജർമാർ, ഡോക്ടർമാർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, മാധ്യമങ്ങൾ, ആരാധകർ, അങ്ങനെ ആരെയും വിട്ടുപോവാതെ ദീർഘമായിരുന്നു അദ്ദേഹത്തിൻ്റെ നന്ദി പറച്ചിൽ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിരമിക്കൽ കാണികളുടെയും ആരാധകരുടെയും ഹൃദയത്തെ കുത്തിവലിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് തീർന്നു പോകല്ലേ എന്നും അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് തീർന്നു പോകല്ലേ എന്നാണ്? സച്ചിൻ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ കൂട്ടുകാർ, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കൂട്ടുകാർ വീണ്ടും ചുറ്റും കൂടി. പിന്നെ കണ്ടത് 2 വർഷം മുമ്പ് ഇന്ത്യ ലോകകപ്പ് ജയിച്ച സുന്ദര രാത്രിയിൽ ഇതേ സ്റ്റേഡിയത്തിൽ കണ്ട തനി ആവർത്തനമായിരുന്നു. അതായത് 2 വർഷം മുമ്പായിരുന്നു ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ലോകകപ്പ് ജയിച്ചത്. അപ്പം ആ ഒരു രാത്രിയിൽ കൂട്ടുകാരെല്ലാവരും അവരുടെ ചുമലിൽ സച്ചിനെ കയറ്റിയിട്ട് ഗ്രൗണ്ടിന് ചുറ്റും ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു രസകരമായിട്ടാണല്ലോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ വീണ്ടും ആ ഒരു സാധനം ഇവിടെ റിപ്പീറ്റ് ചെയ്തു. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഭാര്യ അഞ്ജലിയും മക്കൾ സാറയും അർജുനും അവരെ അനുഗമിച്ചു. ആദ്യം ചുമലിലേറ്റിയത് ടീമിൻ്റെ ക്യാപ്റ്റൻ ധോണിയും വൈസ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുമായിരുന്നു. എല്ലാം അവസാനിച്ചപ്പോൾ പതുക്കെ മൈതാനത്തിൻ്റെ നടുവിലേക്ക് സച്ചിൻ ടെണ്ടുൽക്കർ നടന്നു. തൻ്റെ കരിയറിലെ നിർണായക വഴിത്തിരിവുകൾക്ക് വേദിയായ വാങ്കഡെയിലെ വിക്കറ്റിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്ത് നെറ്റിയിൽ വെച്ചു. അപ്പോൾ ലിറ്റിൽ മാസ്റ്ററുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. കണ്ണുനീർ തുടച്ചുകൊണ്ട് പവലിയനിലേക്ക് നടക്കുമ്പോൾ വാങ്കഡെയിൽ കണ്ണുനീരൊഴുക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് കെ വിശ്വനാഥ് പറയുന്നത്. അതിനുശേഷം അവിടെ ഒരു വാർത്ത വന്നു, ഒരു സന്തോഷ വാർത്ത. എന്തായിരുന്നു അത്? രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്നം സച്ചിന് സമ്മാനിക്കാൻ തീരുമാനമായി. അതായിരുന്നു ആ സന്തോഷ വാർത്ത. പെട്ടെന്ന് തന്നെ മുംബൈയുടെ മുഖം പ്രസന്നമായി എന്നാണ് കെ വിശ്വനാഥ് പറയുന്നത്. മൊബൈൽ ഫോണുകളിലൊക്കെ ഈ മെസ്സേജുകൾ പറന്നു നടക്കുകയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കായിക താരം ഭാരതരത്നമാവുന്നത്. അത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. അതുപോലെ തന്നെ 1/4 നൂറ്റാണ്ടോളം നീണ്ട തപസ്യയ്ക്ക് ശേഷം ശരിയായ സമയത്ത് ലഭിച്ച ഒരു അംഗീകാരമായിരുന്നു സച്ചിന് ലഭിച്ച ഈ ഭാരതരത്നം എന്നാണ് എല്ലാവരും പറയുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.